നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിന്റെ അതിശക്തമായ അന്തിമ പ്രഹരത്തിൽ ഗാസ നഗരം കത്തിയമരുകയാണ്. രാവും പകലും തുടരുന്ന അതിശക്തമായ ബോംബിങ്ങിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെയും ഇന്നുമായി 7000 പലസ്തീനികൾ ഗാസ നഗരത്തിൽ നിന്നും പലായനം ചെയ്തു. ഗാസ നഗരത്തിൽ ബാക്കിയുള്ള 3000 ഹമാസ് തീവ്രവാദികളെ വകവരുത്താതെ ഒരടി പോലും പിന്നോട്ടില്ലെന്നും എന്ത് വില കൊടുത്തും ബന്ദികളെ തിരികെ പിടിക്കുമെന്നും ഇസ്രായേൽ പ്രഖ്യാപനവും നടത്തി. ഹമാസ് പോരാളികൾ ഒളിച്ചിരിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും ഇന്നും നാളെയുമായി തകർക്കുമെന്നാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം. ഇന്നലെ ആരംഭിച്ച കരസേനാ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 120 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഗാസയിലെ ഹമാസിന്റെ പ്രധാന ശക്തി കേന്ദ്രത്തിലേക്ക് സൈന്യം പ്രവർത്തനം വ്യാപിപ്പിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം തന്നെ അറിയിച്ചു. ഹമാസിന്റെ പ്രധാന ശക്തി കേന്ദ്രമായ ഗാസ ലക്ഷ്യമാക്കി കരസേനാ ടാങ്കുകൾ നീങ്ങുകയാണ്. ഇനിയുള്ള ഏത് നിമിഷവും ഗാസ നഗരം ഇസ്രായേൽ പിടിക്കുമെന്നും 8 ലക്ഷത്തോളം പലസ്തീനികൾ അവിടെ നിന്നും ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്നുമാണ് റിപ്പോർട്ടുകൾ. ഇത്രയും അഭയാർത്ഥികൾ എവിടേക്ക് പോകുമെന്നോ എവിടെ പുനരധിവസിപ്പിക്കുമെന്നോ വ്യക്തമല്ല. 2 വർഷത്തെ യുദ്ധത്തിനിടയിൽ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇന്നലെ മുതൽ നടന്നു വരുന്നത്. കരയുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഗാസ സിറ്റിയിൽ കനത്ത ബോംബിംഗ് ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ആക്രമണത്തിന് പിന്നാലെ ഗാസ സിറ്റിയിൽ നിന്നും 10,000 പേരാണ് തെക്കൻ മേഖലയിലേക്ക് പലായനം ചെയ്യുന്നത്. പലായനം ചെയ്യാൻ തുറന്നു നൽകിയ അൽ റഷീദ് സ്ട്രീറ്റിൽ ഇന്നലെ രാത്രി മുതൽ വലിയ ജനത്തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണം തുടങ്ങിയ ശേഷം ഇതുവരെ 3.5 ലക്ഷം പേർ തെക്കൻ മേഖലയിലേക്ക് പലായനം ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. ഇത് ഗാസയിലെ ആകെ ജനസംഖ്യയുടെ 40% വരും. ഗാസ സിറ്റിയിലെ 17 കെട്ടിടങ്ങളാണ് ഇന്നലെ രാത്രി ഇസ്രായേൽ ബോംബിങ്ങിൽ തരിപ്പണമായത്. ഒരാഴ്ചയ്ക്കുള്ളിൽ 76 വൻകിട കെട്ടിടങ്ങൾ ഇസ്രായേൽ നിലംപരിശാക്കി. യുദ്ധം തുടങ്ങിയ ശേഷം ഇതോടെ 65,000-ലധികം ആളുകൾ ഗാസയിൽ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. 1.5 ലക്ഷം പേർക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിരവധി ഇസ്രായേലി ടാങ്കുകളും കവചിത വാഹനങ്ങളും ഗാസ പട്ടണത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട്. കരസേനയുടെ 3ാമത് ഡിവിഷൻ കൂടി ഗാസയിലേക്ക് കടക്കുമെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. 2 വർഷത്തെ യുദ്ധത്തിനിടയിൽ ഏറ്റവും കഠിനമായ ആക്രമണങ്ങൾക്കാണ് ഇസ്രായേലി സൈന്യം ഗാസ നഗരത്തെ വിധേയമാക്കിയത്. ഒരിക്കലും തിരിച്ചുവരാൻ കഴിഞ്ഞേക്കില്ലെന്ന ഭയത്തിൽ ആയിരക്കണക്കിന് ഗാസക്കാർ ബോംബുകൾക്കും വെടിയുണ്ടകൾക്കും നടുവിലൂടെ പലായനം ചെയ്യുന്നു. തകർന്ന നഗരത്തിൽ നിന്നും കറുത്ത പുക ഉയരുന്ന പശ്ചാത്തലത്തിൽ വീട്ടുപകരണങ്ങൾ കയറ്റിയ വാനുകളും കഴുത വണ്ടികളും ചുമന്ന് തങ്ങളുടെ അവസാന സമ്പാദ്യവുമായി കാൽനടയായി നിരവധി ആളുകൾ നീങ്ങിപ്പോകുന്നതും കാണാൻ സാധിക്കും. ഈ സാഹചര്യത്തിൽ ഗാസ കത്തുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും എക്സിൽ കുറിച്ചു. ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഗാസയുടെ ആകാശത്ത് താഴ്ന്നു പറക്കുന്നു. നിരന്തരമുള്ള ബോംബ് വർഷത്തിൽ 100 കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. ഷെല്ലാക്രമണം, ഹെലികോപ്റ്ററുകൾ, മിസൈലുകൾ, ഡ്രോണുകൾ, F-16 വിമാനങ്ങൾ എന്നിവ കാരണം രക്ഷാപ്രവർത്തനവും പൂർണ്ണമായും മുടങ്ങിയിരിക്കുന്നു. കരസേനയുടെ ആക്രമണം തുടങ്ങിയ മുതൽ ചുരുങ്ങിയത് 106 പലസ്തീനികൾ കൊല്ലപ്പെട്ടെന്നും അവരിൽ 91 പേർ ഗാസ സിറ്റിയിൽ മാത്രമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേലിന്റെ കരയാക്രമണം വംശഹത്യാ പദ്ധതികളുടെ ഒരു പുതിയ ഘട്ടമാക്കി തുർക്കിയും പറയുന്നു. ഇത് കൂടുതൽ കൂട്ടപലായനത്തിന് കാരണമാകുമെന്ന് തുർക്കിയുടെ മുന്നറിയിപ്പുമുണ്ട്. ഇസ്രായേൽ തീമഴ പെയ്യിക്കുമ്പോൾ പലായനത്തിന് പോലും വഴിയില്ലാതെ പരക്കം പായുകയാണ് ജനങ്ങൾ. ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ അനുവദിച്ച അൽ റഷീദ് പാതയിൽ നടന്നു നീങ്ങാൻ പോലും സാധ്യമാവാത്തത്ര തിരക്കാണ്. പീരങ്കിയും ഡ്രോണും വെടിവെപ്പും ബോംബ് വർഷവും കാരണം ആയിരങ്ങൾ മരണത്തെ മുഖാമുഖം കാണുന്നു. ഭക്ഷണം കിട്ടാതെ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം 428 കടന്നിരിക്കുന്നു. UK-യും ജർമ്മനിയും ഇറ്റലിയും ഉൾപ്പെടെ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിക്കുമ്പോഴും ഹമാസിനെ കൂടെ കൂട്ടുമ്പോൾ സമാധാന ചർച്ച സാധ്യമല്ലെന്ന മാർക്കോ റൂബിയോയുടെ പ്രതികരണം ഇസ്രായേലിന് അമേരിക്കയുടെ മൗന സമ്മതം കൂടിയാണ്. ഗാസയിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിക്കാനാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. ഗാസയിൽ നിന്നും പിൻവാങ്ങണമെന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുടെ കൂട്ടായ മുന്നറിയിപ്പും മറികടന്നുകൊണ്ടാണ് ഗാസയിൽ ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം. ആരൊക്കെ ഉപരോധിച്ചാലും എല്ലാം തങ്ങളുടെ കൈവശമുണ്ടെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വെല്ലുവിളിയും. ഇതിന് തൊട്ടു പിന്നാലെ ഗാസയിൽ പൂർവാധികം ശക്തിയിൽ കരയാക്രമണവും തുടങ്ങി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.